ചായ ഇല്ലാണ്ട് എനിക്ക് ഒരു ദിവസം പോലും തള്ളി നീക്കാൻ പറ്റൂല. അപ്പം അതിൻ്റെ കൂടെ തന്നെ കഴിക്കാനായിട്ട് നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ എണ്ണക്കടിയും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിലോ പിന്നെ പറയേ വേണ്ട അല്ലേ. ഞാൻ പറഞ്ഞു വരുന്നത് റാക്കിയിലുള്ള ഒരു ചായ പീടിയനെ കുറിച്ചാണ്. ഈ പീടിയ നടത്തുന്നത് രജിത്തയാണ്. ഇനി നമുക്ക് എണ്ണക്കടിയിലേക്ക് നമ്മൾ നാട്ടിൽ പോയിട്ട് ഈ തട്ടുകടയിലെല്ലാം പോയിട്ട് ചായ കുടിക്കൂലേ, അതിന് ചില്ലുകൂട്ടിൽ കുറേ എണ്ണക്കടി കാണൂലേ, അതുപോലെ ഉണ്ടായിരുന്നു ഇവിടെ നോക്കുമ്പോഴും. ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ചട്ടിപ്പത്തിരി, മുട്ട പപ്സ്, ചിക്കൻ പപ്സ്, ഇറച്ചിപ്പത്തിരി, കായ്പോള, ഉന്നക്കായ, അങ്ങനെ 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 കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഈ കടികൾ മാത്രമല്ല കേട്ടോ, സാൻഡ്വിച്ച്, ഷവർമ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ഇവിടുന്ന് കഴിച്ചത് കൂൺ പോലത്തെ ഒരു സാധനം, അതുപോലെ തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ സ്റ്റഫ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. എനിക്ക് ഇവിടുത്തെ ഇന്റീരിയറും ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഒരു എസ്തറ്റിക് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ നോക്കിയിട്ടുണ്ട്. ഇവിടെ മുന്നിലിരുന്ന് എന്നോട് വിഷയം പറയുന്ന ആളെ പീടിയാണ് ഇത്. ഇതാണ് രജിത്ത. ഇവർ സ്വന്തമായിട്ട് തുടങ്ങിയ പീടിയാണിത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നട്ടപ്പാതിരാക്ക് ചങ്ങായി മറപ്പുറം സൊറ പറയാൻ പറ്റിയൊരു സെറ്റപ്പ് ഇവർ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് നോക്കണം. എന്നിട്ട് എടുത്ത കടികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സ്ഥലം വരുന്നത് റാഖേൽ ഖസാമ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ്.